സംപൂജ്യ ജയന്തി ദീദിജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത് 50ാമത്തെ വർഷമാണ് ബ്രഹ്മകുമാരീസ് പാലക്കാട് തുടങ്ങിയിട്ടെന്നാണ്. ആദ്യമായിട്ട് തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയതിലും അതിന് എന്നെ വിളിച്ച ശ്രീ മീന സിസ്റ്ററോടും പാലക്കാടത്തെ ബ്രഹ്മകുമാരീസിലെ സംഘാടകരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യം പറയട്ടെ. 50 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവൊന്നുമല്ല. കേൾക്കാനൊക്കെ വളരെ എളുപ്പമാണ് അറിയിക്കുക. 50 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ ജനിച്ച് മരിച്ച് പോയിരിക്കുന്നു പറയും. നമ്മൾ പറയും ഹൗ മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ ബിനീത്ത് ദ ബ്രിഡ്ജ്, ഏതൊരു ഇംഗ്ലീഷ് കവി പറഞ്ഞിട്ടുണ്ട് അറിയിരിക്കുന്നത്. എത്രയോ ആൾക്കാർ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിലെത്രയോ ആൾക്കാർ പാലക്കാട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ജനക്കൂട്ടം ഇവിടെ കണ്ടാൽ തന്നെ അറിയാം. ബ്രഹ്മകുമാരീസായിട്ട് ബന്ധപ്പെട്ട് രാജയോഗ മെഡിറ്റേഷൻ അഭ്യസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരിക്കുന്നത്. അവർ ഇന്നർ പീസ്, അവരുടെ സ്വന്തം സമാധാനം കിട്ടിയതിന് പുറമേ എന്ന് പറയുകയാണെങ്കിൽ അത് അവരുടെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും നാട്ടിലേക്കും ലോകത്തിലേക്കും പ്രയോജനപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശരിക്കും ആണെങ്കിൽ. അങ്ങനെ ഒരു നല്ല ജനസമൂഹത്തെ എന്ന് പറയുകയാണെങ്കിൽ വാർത്തെടുക്കാൻ ബ്രഹ്മകുമാരീസിൻ്റെ യജ്ഞം, ഈ 50 വർഷത്തെ യജ്ഞം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് വലിയൊരു തെളിവാണ് ഇവിടെ കണ്ട ഇത്ര വലിയൊരു ജനസമുച്ചയം. നമ്മൾ എന്ന് പറയുകയാണെങ്കിൽ എവിടെയും കാണാത്ത അത്ര നല്ലൊരു ജനസമുച്ചയമാണ് ഇവിടെയുള്ളത്. കാരണം ഈ ഹാള് കഴിഞ്ഞ് പുറത്തും അത്രയും ആൾക്കാർ ജനങ്ങൾ ഇരുന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പറയാം. എന്തായാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാര്യം ജയന്തി ദീജി പറഞ്ഞ പോലെ എന്ന് പറയുകയാണെങ്കിൽ നൗ കീറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, നൗ ദാറ്റ് ദ സ്പ്രിങ് ഹാസ് കം നൗ ദാറ്റ് ദ വിന്റർ ഹാസ് കം ക്യാൻ ദ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ് എന്ന് പറഞ്ഞത് അന്ന് കീറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നമുക്ക് ആശിക്കാം. ആ സത്യയുഗം എന്ന് പറയുകയാണെങ്കിൽ വളരെ അധികം അകലെ ഒന്നുമല്ല, അതടുത്താണ്. എല്ലാവരും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. അതിനു വേണ്ടി എന്ന് പറയണമെങ്കിൽ ബ്രഹ്മകുമാരീസ് ചെയ്യുന്ന ഒരു യജ്ഞത്തിന് നമ്മൾക്ക് ബഹുമാനിക്കാം. അവരുടെ യജ്ഞത്തിന് വേണ്ടി നമ്മൾ വിജയകരമായി വരട്ടെ, അവരുടെ എന്നല്ല നമ്മുടെ വിജയകരമായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആശംസകൾ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല ശരിക്കും എന്ന് പറഞ്ഞെങ്കിൽ. പ്രാർത്ഥന കൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.